ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നടക്കുന്ന ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി പാർട്ടിൽ നമുക്ക് പഠിക്കേണ്ടത് സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2-3 ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മാനുഫാക്ചറിങ്ങും അതിന്റെ പ്രോപ്പർട്ടീസും യൂസും ഒക്കെ പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് മെത്തനോൾ ആണ് അല്ലെ. ഈ മെത്തനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽക്കഹോൾ ഫാമിലിയിൽ പെട്ടതാണ് അല്ലെ. OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന, കണ്ടോ, OH ഗ്രൂപ്പ് വരുന്ന, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന ഫസ്റ്റ് ആൽക്കഹോൾ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആണ് മെഥനോൾ. അപ്പൊ മെഥനോളിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കാം, മാനുഫാക്ചർ ചെയ്യാം, അതിന്റെ യൂസസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, മെഥനോൾ ഓർ മീഥൈൽ ആൽക്കഹോൾ, മെഥനോളിന്റെ മറ്റു പേരെന്താണ്, നമുക്ക് മീഥൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കാം. ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കഹോൾ ഫാമിലി അല്ലെ. ആൽക്കഹോൾ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആണ് മെഥനോൾ. മെഥനോൾ ഇസ് എ കോമ്പൗണ്ട് വിത്ത് ഗ്രേറ്റ് ഇൻഡസ്ട്രിയൽ സിഗ്നിഫിക്കൻസ്. അതുകൊണ്ടാണ് അല്ലെ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മെഥനോളിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്, മെഥനോളിനെയാണ്. ഓക്കെ, ഇനി മെഥനോളിനെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇൻഡസ്ട്രിയിൽ മെഥനോളിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിട്ട് ട്രീറ്റ് ചെയ്യണം, കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, മെഥനോൾ കിട്ടും. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അപ്പോ മെഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഗീവ്സ് മെഥനോൾ അല്ലെ. ഇങ്ങനെ കിട്ടുന്ന മെഥനോൾ, അല്ലെങ്കിൽ പൊതുവെ മെഥനോൾ എന്താണ്, മെഥനോൾ ഇസ് എ പോയിസണസ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ആൽക്കഹോൾ ഫാമിലിയിൽ പെടുന്ന ഫസ്റ്റ് മെമ്പർ ആയ മെഥനോൾ ഇസ് എ പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അതൊന്ന് പഠിച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് മെഥനോളിന്റെ യൂസസ്, എവിടെയൊക്കെയാണ് മെഥനോൾ യൂസ് ചെയ്യുന്നത് നോക്കാം. വാർണിഷ്, പെയിന്റ് തുടങ്ങിയവയുടെ മാനുഫാക്ചറിംഗിൽ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് മെഥനോൾ കേട്ടോ. അപ്പൊ മെഥനോള് വാർണിഷ്, പെയിന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത് ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ 40% ഫോർമാൽഡിഹൈഡ് അറിയപ്പെടുന്ന പേരാണ് ഫോർമാലിൻ. അപ്പൊ എന്താണ് ഫോർമാലിൻ? 40% ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ ആണ് ഫോർമാലിൻ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലും ആര് വേണം, മെഥനോൾ വേണം അല്ലെ. അപ്പൊ മെഥനോളിന്റെ യൂസസ് ഇത്രയൊക്കെയാണ്. എന്തൊക്കെയാണ്, വാർണിഷ്, പെയിന്റ് മാനുഫാക്ചറിങ്ങിനും, ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്, ഫോർമാലിൻ തുടങ്ങിയവയുടെയൊക്കെ മാനുഫാക്ചറിങ്ങിന് മെഥനോൾ വേണം. ഓക്കെ, മെഥനോൾ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും യൂസസും മാത്രം ഒന്ന് പഠിക്കാം. ഇതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആണെന്നും കൂടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എത്തനോൾ അല്ലെ. അതും സെയിം ആൽക്കഹോൾ ഫാമിലിയിൽ വരുന്ന സെക്കൻഡ് മെമ്പർ ആണ് അല്ലെ. 2 കാർബൺ വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് എത്തനോൾ എന്ന് പറയുന്നത്, CH3CH2OH. ഓക്കെ, അപ്പൊ നമുക്ക് എത്തനോളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എത്തനോളിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡ് ഫെർമെന്റേഷൻ ആണ് കേട്ടോ. ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എഥനോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വൈൻ ഉണ്ടാക്കില്ലേ, അതും ഒരു എന്താണ്, അതിനകത്ത് വരുന്ന കമ്പോണന്റ് എന്ത് തന്നെയാണ്, എഥനോൾ ആണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ജ്യൂസിൽ, ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ജ്യൂസിലോട്ട് എന്ത് ആഡ് ചെയ്യണം, ഈസ്റ്റ് ആഡ് ചെയ്യണം അല്ലെ. ഇവിടെ എന്ത് ആഡ് ചെയ്യണം, ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഫെർമെന്റേഷൻ നടന്നിട്ട് എഥനോൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയലി എഥനോൾ പ്രിപ്പയർ ചെയ്യുന്നത് മൊലാസസിൽ നിന്നാണ്. ഫെർമെന്റേഷൻ ഓഫ് മൊലാസസ്. എന്താണ് ഈ മൊലാസസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷുഗർ കെയിനിൽ നിന്നല്ലേ, ഷുഗർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ, ഷുഗർ കെയിനിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ ഉണ്ടാക്കാനായിട്ട് ആ ജ്യൂസിൽ നിന്ന് നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉണ്ടാവുന്ന, ലെഫ്റ്റ് ഓവർ ആയിട്ട് ഉണ്ടാവുന്ന ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊലാസസ്. ഈ മൊലാസസിലോട്ട് എന്ത് ചെയ്യണം, ഈസ്റ്റിനെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഫെർമെന്റേഷൻ നടക്കുന്നു, എത്തനോൾ ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ ഫ്രം ഷുഗർ കെയിൻ എ വിസ്കസ് കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ്. ഞാൻ പറഞ്ഞില്ലേ, ഷുഗറിന്റെ മാനുഫാക്ചറിന്റെ സമയത്ത് ഷുഗർ ക്രിസ്റ്റൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു വിസ്കസ് ഷുഗർ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊലാസസ്.
ഈ മൊലാസസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ്റ്റിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഫെർമെന്റേഷൻ നടക്കും. ഈ ഫെർമെന്റേഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് നടക്കുന്നത് ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത ഈസ്റ്റിനകത്തുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഷുഗർ സൊല്യൂഷനകത്തുള്ള ഷുഗറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഫെർമെന്റേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ആരാ മാറ്റുന്നത്? ഇൻവെർട്ടേസ്, ഈസ്റ്റിൽ കാണുന്ന ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം. ഇനി അതേപോലെ മറ്റൊരു എൻസൈമും കൂടെ വരുന്നു, സൈമേസ് എന്ന് പറയുന്ന അനദർ എൻസൈം. ഈ എൻസൈം എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എത്തനോൾ ആക്കി മാറ്റുന്നു. അങ്ങനെ 2 സ്റ്റെപ്പിലാണ് നമ്മുടെ ഫെർമെന്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. കണ്ടോ ആ കെമിക്കൽ റിയാക്ഷൻ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് റിയാക്ടൻസ് എന്നിട്ട് ചിലപ്പോൾ പ്രോഡക്ട്സ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഒക്കെ എയും ബിയും ഇട്ടിട്ട് ഡാഷ് ഇട്ടിട്ട് അത് ഫിൽ ചെയ്യാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഷുഗർ സൊല്യൂഷനിൽ ഇൻവെർട്ടേസ് വന്ന് ആക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫോം ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിലും സൈമേസ് വന്ന് ആക്ട് ചെയ്തിട്ട് എഥനോളും ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ, എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അഥവാ ഫെർമെന്റേഷൻ. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ ഇതുപോലെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് എഥനോളിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. 8 to 10% എഥനോളിനെ വിളിക്കുന്ന പേരാണ് വാഷ്. അതായത് നമുക്ക് കിട്ടുന്ന എഥനോളില് വളരെ എഥനോൾ കണ്ടന്റ് കുറവാണെങ്കിൽ, വളരെ വീക്ക് അല്ലേ, 8 to 10% എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ആണ് അല്ലെ. അപ്പൊ അത്ര മാത്രമേ എഥനോൾ കണ്ടന്റ് ഉള്ളൂ എങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് വാഷ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 8 to 10% പോരാ അല്ലെ, ഇതിന് എന്ത് ചെയ്യണം? ഈ എഥനോൾ കണ്ടന്റ് കൂട്ടണം അല്ലെ, എഥനോളിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മള് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തും. ഓക്കെ, അപ്പോ വാഷിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ അതിനകത്തുള്ള എഥനോൾ കോൺസെൻട്രേഷൻ കൂടി 95.6% ആയാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പോ എങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാവുന്നത്? വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാവുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തുള്ള എഥനോൾ കണ്ടന്റ് എത്രയാണ്? 95.6% ആണ്. വീണ്ടും ഇപ്പൊ 95.6 ആയുള്ളൂ അല്ലെ. ഇനിയും എഥനോൾ കണ്ടന്റ് ഇങ്ങനെ കൂടി 100% ആവുകയാണെങ്കിൽ, ഓക്കെ, 100% അല്ലെ, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഥനോൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, 100% കോൺസെൻട്രേഷൻ, എഥനോൾ കോൺസെൻട്രേഷൻ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നു. ഇനി മറ്റൊരു കോമ്പിനേഷൻ ആണ്, അതായത് 20% അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും തമ്മിൽ മിക്സ് ചെയ്ത് വരുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ അത്തരം കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ. അപ്പൊ പവർ ആൽക്കഹോളില് 20% നമ്മുടെ അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ അല്ലെ. പെട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്? ഫ്യൂവൽസ് ഇൻ വെഹിക്കിൾസിലൊക്കെ ഫ്യൂവൽ ആയിട്ട് നമ്മൾ പവർ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ വാഷ് എന്താന്ന് പഠിക്കണം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താന്ന് പഠിക്കണം, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താന്ന് പഠിക്കണം, പവർ ആൽക്കഹോൾ എന്താണെന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ എഥനോൾ എന്ന് പറയുന്നത് ബിവറേജസ് ആയിട്ട് ഉപയോഗിക്കും അല്ലെ. നമ്മുടെ ബിവറേജസിനകത്ത് വരുന്ന ബിയർ, വിസ്കി, ബ്രാൻഡി തുടങ്ങിയ ബിവറേജസിനകത്ത് എല്ലാം വരുന്ന കമ്പോണന്റ് ആണ് എഥനോൾ. ഈ എഥനോളിന് മറ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ടാക്കാനും ലബോറട്ടറി പർപ്പസിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ബാക്കി ബിവറേജസ് അല്ലാതെ മറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ എഥനോള് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ബിവറേജ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എഥനോളിലോട്ട് എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് വെക്കും. പ്രധാനമായിട്ട് എന്തെങ്കിലും പോയിസണസ് സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെ ആഡ് ചെയ്ത് വെക്കുന്ന അങ്ങനെയുള്ള എഥനോളിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എഥനോൾ ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വേരിയസ് അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ.
ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ചിലപ്പോൾ മെത്തനോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിരിഡിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റബ്ബർ ഡിസ്റ്റിലേറ്റ് ആഡ് ചെയ്യാം. ഇത്തരം പല പല ടോക്സിക് സബ്സ്റ്റൻസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഇറ്റ്സ് മിസ്യൂസ് ആസ് എ ബിവറേജ്. ബിവറേജ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ. അങ്ങനെ കിട്ടുന്ന എഥനോളിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. അപ്പൊ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാം? മെത്തനോൾ ചിലപ്പോൾ ആഡ് ചെയ്യാം, ചിലപ്പോൾ പിരിഡിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റബ്ബർ ഡിസ്റ്റിലേറ്റ് ആഡ് ചെയ്യാം. മെത്തനോൾ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും കേട്ടോ. വെൻ ഡീനാച്ചുറിംഗ് ഈസ് ഡൺ വിത്ത് മെത്തനോൾ, മെത്തനോൾ ആണ് നമ്മൾ പോയിസണസ് സബ്സ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും എത്തനോളിനെ പറ്റി പഠിക്കണം. ഇനി എത്തനോളിന്റെ കുറച്ച് യൂസ് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു, പവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചില മെഡിസിൻസിലൊക്കെ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എത്തനോൾ ആണ്. പെയിന്റിന്റെ പ്രിപ്പറേഷന്, പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ പല ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മാനുഫാക്ചറിങ്ങിന്, ബിവറേജസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം എത്തനോളിന്റെ യൂസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? മെത്തനോളും എത്തനോളും. രണ്ടിന്റെയും പ്രിപ്പറേഷൻ പഠിക്കാം, യൂസസും പഠിക്കാം. ക്ലിയർ ആണോ? അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആരാണ്? CH3COOH അല്ലെ? എത്തനോയിക് ആസിഡ് ഇത് കാർബോക്സിലിക് ആസിഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡിൽ വരുന്ന ഒരു ആസിഡ് ആണ് എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ് അല്ലെ? ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, എല്ലാത്തിന്റെയും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് എത്തനോയിക് ആസിഡ് ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ്? മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ്. ഇതൊരു മെത്തേഡ്. ഇനി അല്ലാണ്ട് നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് കുറഞ്ഞ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആയിട്ടുള്ള എത്തനോയിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫെർമെന്റേഷൻ നടത്തിയാലും എത്തനോയിക് ആസിഡ് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ ഫെർമെന്റേഷൻ നടത്തുന്നത് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടല്ല, പകരം ഒരു ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫെർമെന്റേഷൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ ആണ് അസറ്റോബാക്ടർ. Okay, so fermentation of ethanol with acetobacter bacteria in the presence of air yields less concentrated ethanoic acid. കണ്ടോ? ഇപ്പൊ ഫെർമെന്റേഷൻ എത്തനോളിനെ അസറ്റോബാക്ടർ ബാക്ടീരിയ വെച്ച് ഫെർമെന്റേഷൻ വഴി കിട്ടുന്ന എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ആസിഡ് ആയിരിക്കും, ലെസ് കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയിരിക്കും. അത് ഏകദേശം ഒരു 5 to 10% ഒക്കെ മാത്രമേ കോൺസെൻട്രേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോ അത് നമുക്കറിയാം. ഇങ്ങനെ വളരെ വീക്ക് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനീഗർ അല്ലെ? നമ്മൾ ഫുഡിലൊക്കെ വിനീഗർ വരുന്നുണ്ട് അല്ലെ? അത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. അപ്പൊ വിനീഗറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ എത്തനോളിനെ ഫെർമെന്റേഷൻ നടത്തുക യൂസിങ് അസറ്റോബാക്ടർ ബാക്ടീരിയ. വിനീഗറിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? 5 to 8% എത്തനോയിക് ആസിഡ് ആണ് വിനീഗർ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് എത്തനോയിക് ആസിഡിന്റെ യൂസസും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ പറഞ്ഞതാണ് വിനീഗർ ഉണ്ടാക്കാൻ എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് വേണം. പിന്നെ അസറ്റിക് അൻഹൈഡ്രേറ്റ്, അസറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബർ തുടങ്ങിയതിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് എന്ത് വേണം? എത്തനോയിക് ആസിഡ് വേണം. ഇനി പല പോളിമറിലും റെസിനിലും ഒക്കെ സോൾവെന്റ് ആയിട്ട് എത്തനോയിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡിസിൻഫെക്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് എത്തനോയിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. മെഡിസിൻസിലും എത്തനോയിക് ആസിഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് ഈ സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? മെത്തനോൾ, എത്തനോൾ, എത്തനോയിക് ആസിഡ്. ഈ മൂന്നിന്റെയും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പഠിക്കണം. എല്ലാ കെമിക്കൽ റിയാക്ഷൻസും പഠിക്കണം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എഴുതാൻ മാത്രം പഠിച്ചാൽ പോരാ, കെമിക്കൽ റിയാക്ഷൻസ് എഴുതാൻ പഠിക്കണം. ഇതിന്റെ യൂസസും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിൽ ഒരു പുതിയ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കോമ്പൗണ്ടുമായിട്ടാണ് വരുന്നത്, എസ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് എസ്റ്റേഴ്സ് എന്താണെന്നും അതെങ്ങനെ എസ്റ്ററിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ട്സും പിന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസും നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.